നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് JS. ഫാത്തിമ ഹോസ്പിറ്റലിലെ സീനിയർ ട്രോമ റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പി സർജനാണ്. ചലിക്കാൻ കഴിയുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ സഞ്ചാരപാതകളെ തടയിടുന്നതിൽ ഏറ്റവും പ്രധാന വില്ലനായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു അസുഖമാണ് മുട്ട് തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അങ്ങനെ മുട്ട് തേയ്മാനത്തിന്റെ അവസാന സ്റ്റേജിലെത്തുകയും എന്നാൽ ഒരുപാട് അസുഖങ്ങൾ ഉള്ളതിനാൽ വളരെയധികം റിസ്ക് ഉണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യാനെന്ന് ഡോക്ടർമാർ വിധിയെഴുതുകയും ചെയ്ത പയോളി എക്സ്പ്രസിന്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ, അതാണ് മൊയ്തീൻ. എൻ്റെ പേര് മൊയ്തീൻ എന്നാണ്. എനിക്ക് കാലിൽ മുട്ടുവേദന ഉണ്ടായിരുന്നു. കുറേ കാലങ്ങളായിട്ട് മുട്ടുവേദന ഉണ്ട്. മുട്ടിന് തേയ്മാനാണ്. തേയ്മാനം കൊണ്ട് പല സ്ഥലത്തും പല ഡോക്ടറെ അടുത്തും പോയി, യാതൊരു ഭേദവും കിട്ടിയില്ല. വേദന കൂടുതലല്ലാണ്ട് കുറയുന്നില്ല. കാല് നല്ലവണ്ണം വളഞ്ഞു പോകുന്നുണ്ട്. വളഞ്ഞു പോയപ്പോൾ കുറേ കാലങ്ങൾ ചികിത്സ ചെയ്ത് ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ പല രോഗമുള്ള ആളാണ്. എനിക്ക് ഹാർട്ട് കംപ്ലൈൻ്റ് ഉണ്ട്, കിഡ്നി രോഗമുണ്ട്, വാദത്തിൻ്റെ അസുഖമുണ്ട്. വേദന സഹിക്കാൻ വയ്യാതെ കാല് വളഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഡോക്ടറെ കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ഇത് സർജറി ചെയ്താൽ ശരിയാവില്ല, ഒരുപാട് രോഗങ്ങളുണ്ട്, ഈ വാദമുള്ളത് കാരണം ചെയ്താൽ സക്സസ് ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പ്രശാന്ത് ഡോക്ടറെ പറ്റി അറിയുന്നത്. അങ്ങനെ മൊയ്തീൻ എൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ട് വളരെയധികം തേഞ്ഞു പോയിരുന്നു. മുട്ട് തേയ്മാനം അധികമായിട്ട് എല്ലുകൾ ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ സർജറി ചെയ്യുമ്പോൾ സാധാരണ ഇടുന്ന ഇംപ്ലാന്റ് മാത്രം ഇട്ടാൽ പോരാ. നമ്മളതൊരു കോംപ്ലക്സ് പ്രൈമറി സർജറി എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ സ്ക്രൂ ഇടേണ്ടി വരും, അല്ലെങ്കിൽ എല്ലെടുത്ത് വയ്ക്കേണ്ട അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നു ആ പേഷ്യൻ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പേഷ്യൻ്റ് അനസ്തേഷ്യ, നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റൽ അനസ്തേഷ്യ ഡോക്ടർമാരെ കാണിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയ സംബന്ധമായതും കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ ഫിറ്റ്നസ് എടുക്കുകയും ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. റെഡിയായി, നമുക്ക് ചെയ്യാതെ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഇത് ചെയ്ത് മുട്ട് മാറ്റി വെച്ച്, പിന്നെ ഇവിടെ വന്ന് ഒരു 15 ദിവസത്തോളം ഇവിടുന്ന് പോയി അതിനിടയ്ക്ക് ഇവിടെ നടത്തിക്ക് സ്റ്റെപ്പ് കയറ്റി ഒക്കെ ചെയ്ത് എല്ലാം റെഡിയാണ്. മുട്ട് തേയ്മാനത്തിൻ്റെ സർജറി, അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 90 to 97% വരെ സക്സസ് ഉള്ള ഒരു സർജറിയാണ്. അപ്പോൾ ഈ സർജറി ചെയ്തു കഴിഞ്ഞ് മൊയ്തീൻ്റെ റിക്കവറി കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ പണ്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. സന്തോഷമാണ്. എൻ്റെ ഭർത്താവ് അത്രക്കും ബുദ്ധിമുട്ടി നടക്കൂല എന്നെല്ലാം വിചാരിച്ച് എനിക്ക് ടെൻഷനായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം ഇപ്പം വളരെ ഹാപ്പിയാണ്. ഇപ്പം വണ്ടിയെല്ലാം എടുത്ത് ഞങ്ങൾ എന്നെയും കൂട്ടി പല സ്ഥലത്തും വർത്തിക്കും. ഇവിടെ വന്ന് ഈ ഡോക്ടറായിട്ട് ഇത് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയത്. ഇപ്പം നല്ല സന്തോഷം തന്നെ, വളരെ സുഖമായിട്ട് പോകുന്നു. ഞങ്ങൾ ഫാമിലിയിൽ മൊത്തം എല്ലാവരും മൂപ്പരോട് നന്ദി പറയും. അങ്ങനെ മൊയ്തീനെ പോലുള്ള പേഷ്യൻസിൻ്റെ പുഞ്ചിരിയും പ്രാർത്ഥനയുമാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സപ്പോർട്ട് അല്ലെങ്കിൽ ഫ്യൂവൽ നൽകുന്നത്. നന്ദി.